അപ്പോൾ ഇവിടെ നമ്മൾ നാർസിസ്റ്റിക് ആയിട്ടുള്ള ഒരു പാർട്ണറിനെ തന്നെയാണ് ഉദാഹരണമായിട്ട് എടുക്കുന്നത്, അല്ലെങ്കിൽ ഈ ഒരു വീഡിയോയുടെ കോണ്ടെക്സ്റ്റ് ആയിട്ട് എടുക്കുന്നത്. കാരണം ഈ പാർട്ണർ ആയിട്ടുള്ള ആൾ ഒരു ബാക്ക് ഫേസിൽ കൂടെ പോകുന്നതുകൊണ്ടാണോ ഇങ്ങനെ പെരുമാറുന്നത്, അല്ലെങ്കിൽ ഇവർ ശരിക്കും നാർസിസ്റ്റിക് ആയിട്ടുള്ള ആൾക്കാരാണോ, NPD ഉള്ളവരാണോ എന്നുള്ള സംശയമുള്ള ഒരുപാട് പേര് ഈ പറയുന്ന പോലെ സെഷനിൽ സംസാരിക്കുമ്പോഴാണെങ്കിലും വീഡിയോ കമന്റ് സെക്ഷനിൽ മെസ്സേജ് അയക്കുന്നതും എനിക്ക് നേരിട്ട് മെസ്സേജ് അയക്കുന്നവരിലും ഒരുപാട് പേർക്കുള്ള സംശയമാണ്. ആ സംശയങ്ങൾക്ക് വ്യക്തമായിട്ടുള്ള മറുപടി തരിക എന്നുള്ള ഉദ്ദേശത്തോടു കൂടി, അല്ലെങ്കിൽ അതിന് നിങ്ങളിൽ കൃത്യമായിട്ടുള്ള ക്ലാരിറ്റി ഉണ്ടാക്കുക എന്നുള്ള ഉദ്ദേശത്തോടു കൂടി ചെയ്തിരിക്കുന്ന വീഡിയോയാണിത്. ഫോർമൽ ഡയഗ്നോസിന്റെ കാര്യം നിങ്ങൾക്കെല്ലാം അറിയാമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. നാർസിസ്റ്റിക് പേഴ്സണാലിറ്റി ഡിസോർഡർ ഉണ്ട് എന്ന് നമ്മൾ കരുതുന്ന, സസ്പെക്ട് ചെയ്യുന്ന വ്യക്തിയെ ഒരു ലൈസൻസ്ഡ് ആയിട്ടുള്ള മെന്റൽ ഹെൽത്ത് പ്രൊഫഷണലിന്റെ കീഴിലാണ് നമുക്ക് പ്രൊഫഷണൽ ആയിട്ട് ഫോർമൽ ആയിട്ടുള്ള ഡയഗ്നോസിസിലേക്ക് കടക്കാനായിട്ട് സാധിക്കുക, അല്ലെങ്കിൽ നടത്താനായിട്ട് സാധിക്കുക. എന്നാൽ ക്ലിനിക്കൽ സൈക്കോളജിയിൽ പാത്തോളജിക്കൽ നാർസിസവുമായിട്ട് ബന്ധപ്പെട്ട് നാർസിസ്റ്റിക് ട്രേറ്റ്സ് വളരെ കൃത്യമായിട്ട് തന്നെ ഡിഫൈൻ ചെയ്തിട്ടുണ്ട്. അവരുടെ ബിഹേവിയർ പാറ്റേൺസ് വളരെ കൃത്യമായിട്ട് എക്സ്പ്ലെയിൻ ചെയ്യുന്നുണ്ട്. ഇപ്പൊ നമ്മുടെ നാട്ടിലെ കോണ്ടെക്സ്റ്റ് പറയുകയാണെങ്കിൽ ഇതൊക്കെ വിവാഹത്തിന്റെ ഭാഗമാണ്, കല്യാണത്തിൽ ഇങ്ങനെയൊക്കെ തന്നെ ആയിരിക്കും, അല്ലെങ്കിൽ അവൻ പൊസസീവ് ആണ്, അല്ലെങ്കിൽ അവൾ പൊസസീവ് ആണ്, അവർ കൂടുതൽ പൊസസീവ് ആകുന്നത് കൊണ്ടാണ് ഈ പ്രശ്നങ്ങൾ ഉണ്ടാകുന്നത് എന്നുള്ള രീതിയിലൊക്കെ ഇതൊക്കെ നോർമലൈസ് ചെയ്യുന്ന ഒരു സിറ്റുവേഷൻ, ഒരു സോഷ്യൽ എക്സ്പെക്ടേഷൻ മീറ്റ് ചെയ്യേണ്ട ഒരു അവസ്ഥയും കൂടെ നമുക്കുള്ളതുകൊണ്ട് തന്നെ പലപ്പോഴും ഈ വ്യക്തി NPD ആണോ അല്ലെങ്കിൽ നാർസിസ്റ്റിക് ആയിട്ടുള്ള പേഴ്സൺ ആണോ എന്ന് തിരിച്ചറിയാൻ നമുക്ക് പറ്റാതെ പോകാറുണ്ട്. അപ്പൊ ഇന്ന് ഈ വീഡിയോയിലൂടെ റിയൽ ആയിട്ടുള്ള സയന്റിഫിക് എവിഡൻസിന്റെ ബേസിസിൽ റിയൽ ആയിട്ടുള്ള റിയൽ ലൈഫ് എക്സാമ്പിൾ പറഞ്ഞുകൊണ്ട് നിങ്ങൾ ഡീൽ ചെയ്യുന്ന പാർട്ണർ നാർസിസ്റ്റിക് ആയിട്ടുള്ള ആൾ തന്നെയാണ്, NPD ഉള്ള ഒരാൾ തന്നെയാണ് എന്നുള്ള ഒരു കൺഫർമേഷൻ നിങ്ങളിലേക്ക് തരിക എന്നുള്ള ഉദ്ദേശത്തോടു കൂടിയാണ് ഇന്നത്തെ വീഡിയോ ചെയ്തിരിക്കുന്നത്. നാർസിസ്റ്റിക് റിലേഷൻഷിപ്പ് ഡൈനാമിക്സ് എന്ന് പറയുന്നത് അങ്ങനെ പെട്ടെന്ന് അങ്ങ് മാറിപ്പോകുന്ന ഒരു കാര്യമല്ല, അല്ലെങ്കിൽ ഇല്ലാതായി പോകുന്ന ഒന്നല്ല. അതിലൊരു ലൂപ്പ് ഉണ്ട്, റിപ്പറ്റേറ്റീവ് ആയിട്ടുള്ള ഒരു ലൂപ്പ് ഉണ്ട്. ലവ് ബോംബിംഗ്, ഡിവാലുവേഷൻ, ഡിസ്കാർഡ് എന്ന് പറയുന്ന. നിങ്ങൾ ഡീൽ ചെയ്യുന്ന വ്യക്തി നാർസിസ്റ്റ് ആണെന്ന് മനസ്സിലാക്കാനുള്ള ഒന്നാമത്തെ നമ്പർ 1 സൈൻ എന്ന് പറയുന്നത് ഇവരുടെ വെപ്പണൈസ്ഡ് ആയിട്ടുള്ള ലവ് ബോംബിങ്ങും അത് കഴിഞ്ഞ് വരുന്ന ഇൻസ്റ്റന്റ് ആയിട്ടുള്ള ഡിവാലുവേഷനും. ഒരു നാർസിസ്റ്റുമായിട്ടുള്ള റിലേഷൻഷിപ്പിനെ ഏറ്റവും പെട്ടെന്ന് മനസ്സിലാക്കാനുള്ള ഏറ്റവും നമ്പർ 1 സൈൻ എന്ന് പറയുന്നത് ഈ റിലേഷൻഷിപ്പ് തുടങ്ങുമ്പോഴുള്ള അൺനാച്ചുറൽ ആയിട്ടുള്ള ഫാസ്റ്റ് ആയിട്ടുള്ള റിലേഷൻഷിപ്പിലേക്കുള്ള കടക്കലും അത് കഴിഞ്ഞിട്ട് പെട്ടെന്നുള്ള കോൾഡ് ആയിട്ടുള്ള ഡീവാലുവേഷനും അതിനെ തുടർന്നുണ്ടാകുന്ന നിങ്ങൾ നേരിടുന്ന ഡീവാലുവേഷനും. അതായത് വളരെ അൺനാച്ചുറലി ഫാസ്റ്റ് ആയിട്ട് റിലേഷൻഷിപ്പ് ക്ലോസ് ആവുകയും റിലേഷൻഷിപ്പിൽ മുമ്പോട്ട് പോവുകയും നിങ്ങൾ പിന്നീട് ഇവരുടെ ക്രൂവൽ ആയിട്ടുള്ള കോൾഡ് ആയിട്ടുള്ള ഫേസ് കാണാനും ഇടയാകും എന്നുള്ളത് തന്നെയാണ്. ഈ നാർസിസ്റ്റിക് ആയിട്ടുള്ള വ്യക്തി ലവ് ബോംബിംഗ് സ്റ്റേജിൽ നിങ്ങളുടെ ബ്രെയിനിനെ ഡോപ്പാമിൻ കൊണ്ട് മൂടും. ഡീപ്പായിട്ടുള്ള ഒരു അറ്റാച്ച്മെന്റ് ഇവർ അഭിനയിച്ച് കാണിക്കും. ഇതൊരിക്കലും ജെന്യുവൻ ആയിട്ടുള്ള ലവ് അല്ല, എന്നാൽ ഇതൊരു ഐഡിയലൈസേഷൻ ഫേസ് ആണ്. അതായത് ഇവരുടെ ട്രൂ ആയിട്ടുള്ള കളേഴ്സ്, ശരിക്കുള്ള മുഖം നിങ്ങൾ കാണുന്നതിന് മുമ്പുള്ള ഇവർ നിങ്ങൾക്ക് മുന്നിൽ അഭിനയിച്ച് കാണിക്കുന്ന ഫേക്ക് ആയിട്ടുള്ള ഇവരുടെ സെൽഫ്. ഇവിടെ നാർസിസ്റ്റിക് ആയിട്ടുള്ള പാർട്ണർ, അത് നിങ്ങളുടെ ലവ് മാരേജ് ആണെങ്കിലും അറേഞ്ച് മാരേജ് ആണെങ്കിലും നിങ്ങളുടെ ആ ഒരു സമയം ഉണ്ടല്ലോ തുടക്കത്തിൽ, അപ്പോൾ വളരെ റോയൽ ആയിട്ടുള്ള ഒരു ട്രീറ്റ്മെന്റ് ആയിരിക്കും നിങ്ങൾക്ക് തരുന്നത്. നിങ്ങൾ ഭയങ്കര പെർഫെക്റ്റ് ആയിട്ടുള്ള ആളായിരുന്നു അവർക്ക് കിട്ടിയത്, അവരുടെ ലൈഫിലേക്ക് വന്നത്, അവരുടെ ഫാമിലിക്ക് ബ്ലെസ്സിങ് ആണ് നിങ്ങൾ എന്നുള്ള രീതിയിലുള്ള ട്രീറ്റ്മെന്റ് ആയിരിക്കും അവർ നിങ്ങൾക്ക് ആദ്യം തരുന്നത്. ആ സമയങ്ങളിൽ തന്നെ വളരെ ധൃതി പിടിച്ചുള്ള നിങ്ങളെ എങ്ങനെയെങ്കിലും റിലേഷൻഷിപ്പിൽ കമ്മിറ്റഡ് ആക്കിക്കാനും അല്ലെങ്കിൽ മാരേജിലേക്ക് കടക്കാനുമുള്ള ഒരു വളരെ ധൃതിയും പെട്ടെന്ന് തന്നെ നടത്തണം എന്നുള്ള ഒരു താല്പര്യവും ഈ നാർസിസ്റ്റിക് ആയിട്ടുള്ള വ്യക്തി കാണിക്കും. എന്നാൽ മാരേജ് കഴിഞ്ഞു കഴിഞ്ഞാലോ നിങ്ങളുടെ ഭാഗത്തു നിന്ന് എന്തെങ്കിലും ചെറിയൊരു തെറ്റെന്ന് അവർക്ക് തോന്നുന്ന കാര്യം സംഭവിച്ചു കഴിഞ്ഞാൽ അവരുടെ മാസ്കിനുള്ളിലെ ശരിക്കുള്ള രൂപം നിങ്ങൾക്ക് കാണാനായിട്ട് സാധിക്കും. നിനക്ക് ഈ വീട്ടിലെ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ പോലും നേരെ ചെയ്യാൻ അറിയില്ല, ഒരു വീട് നോക്കിക്കൊണ്ട് പോകാനൊന്നും നിനക്കറിയില്ല, അതൊക്കെ എന്റെ ഫ്രണ്ടിന്റെ ഭാര്യയെ കണ്ടുപിടി, അല്ലെങ്കിൽ നിന്റെ സഹോദരി കണ്ടുപിടി, അല്ലെങ്കിൽ ഇതുപോലെ ആരെങ്കിലും കണ്ടുപിടിക്ക്. നിന്നെ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ ഇവരൊക്കെ എന്ത് നല്ല രീതിയിലാണ് കാര്യങ്ങളൊക്കെ മാനേജ് ചെയ്യുന്നത്. ഇവരുടെ ഇത്തരത്തിലുള്ള ഡീവാലുവേഷൻ പെരുമാറ്റം നിങ്ങളെ ആദ്യമേ തന്നെ വളരെ വലിയൊരു കൺഫ്യൂഷൻ സ്റ്റേറ്റിലേക്ക് കൊണ്ടുവന്നെത്തിക്കും. രണ്ടാമത്തേത് ഇവരുടെ പാത്തോളജിക്കൽ ആയിട്ടുള്ള ഗ്യാസ് ലൈറ്റിങ്ങും റിയാലിറ്റി ഡിസ്റ്റോർട്ട് ചെയ്യുന്ന സ്വഭാവവുമാണ്. ഇതെന്ന് പറയുന്നത് നിങ്ങളുടെ റിയാലിറ്റിയെ, നിങ്ങളുടെ സാനിറ്റിയെ, നിങ്ങളുടെ മെമ്മറിയെ, നിങ്ങളുടെ റിയൽ ആയിട്ടുള്ള ഈ കാര്യങ്ങളെ എല്ലാം മാനിപ്പുലേറ്റ് ചെയ്യുന്ന, അതിനെല്ലാം അസോൾട്ട് ചെയ്യുന്ന, അബ്യൂസ് ചെയ്യുന്ന നാർസിസ്റ്റുകളുടെ പെരുമാറ്റ രീതിയാണ്. ഈ നാർസിസ്റ്റിക് ആയിട്ടുള്ള വ്യക്തികളുടെ ഗ്യാസ് ലൈറ്റിംഗ് എന്ന് പറയുന്ന ടാക്ടിക് എന്ന് പറയുന്നത് നിങ്ങൾ റിയൽ ആയിട്ട് ചെയ്യുന്ന കാര്യങ്ങൾ കംപ്ലീറ്റ്ലി തെറ്റാണ് എന്ന് വരുത്തി തീർത്തുകൊണ്ട്, ഫാക്ച്വൽ ആയിട്ടുള്ള വസ്തുതാപരമായിട്ടുള്ള റിയാലിറ്റി, യാഥാർത്ഥ്യം തെറ്റാണ് എന്ന് വരുത്തി തീർത്തുകൊണ്ട് വിക്ടിമിനെ അവനവനിൽ തന്നെ വിശ്വസിക്കാനുള്ള കഴിവിനെ ചോദ്യം ചെയ്യുന്ന തരത്തിലേക്ക് ആക്കിക്കുക എന്നുള്ള രീതിയിലുള്ള ഡിസ്ട്രക്റ്റീവ് ആയിട്ടുള്ള ഒരു അബ്യൂസീവ് ടാക്ടിക്കാണ്. സൈക്കോളജിക്കൽ റിസർച്ചുകളിൽ പറയുന്നത് ഈ ഗ്യാസ് ലൈറ്റിംഗിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ലക്ഷ്യം ആബ്സല്യൂട്ട് ആയിട്ടുള്ള സൈക്കോളജിക്കൽ ഡോമിനൻസ് ആണ്. ഇത് വിക്ടിമിനെ അബ്യൂസറിന്റെ വേർഷൻ ഓഫ് റിയാലിറ്റി ആണ് ശരി എന്നുള്ള തരത്തിലേക്ക് വിശ്വസിപ്പിക്കുന്ന തരത്തിൽ, അല്ലെങ്കിൽ അതിന് അടിമപ്പെട്ട്
ജീവിക്കുന്ന തരത്തിലേക്ക് ആക്കുന്ന രീതിയിലുള്ള ഒരു ടാക്ടിക്കും കൂടിയാണ്. നിങ്ങളുടെ പാർട്ണർ ഒരു ലാർജ് സം ഓഫ് മണി നിങ്ങളുടെ അറിവില്ലാതെ ഇടപാട് നടത്തുന്നത് നിങ്ങൾ കണ്ടെത്തി, അല്ലെങ്കിൽ നിങ്ങളുടെ പാർട്ണർ മറ്റൊരു അവരുടെ എക്സ് വൈഫിനോടോ അല്ലെങ്കിൽ എക്സ് പാർട്ണറിനോടോ സംസാരിക്കുന്നത് അല്ലെങ്കിൽ നിങ്ങളെ ചീറ്റ് ചെയ്യുന്നത് നിങ്ങൾ കൈയോടെ പിടിച്ചു. നിങ്ങൾ ക്ലിയർ ആയിട്ട് എവിഡൻസോട് കൂടി പിടിച്ച ഒരു കാര്യം ഇവരുടെ മുന്നിൽ കൊണ്ട് കാണിച്ചിട്ട് നിങ്ങൾ അവരെ ചോദ്യം ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളോട് മാപ്പ് പറയുന്നതിന് പകരം ഇവിടെ നാർസിസ്റ്റിക് വ്യക്തി ചെയ്യുന്നത് നിങ്ങൾ മെന്റലി അൺസ്റ്റേബിൾ ആണെന്ന് പറയുകയായിരിക്കും. നീ ആവശ്യമില്ലാതെ ഓരോന്നിങ്ങനെ പറഞ്ഞുണ്ടാക്കരുത്, നിന്റെ ഇൻസെക്യൂരിറ്റി കാരണമാണ് ഇങ്ങനെയുള്ള കാര്യങ്ങൾ നീ പറഞ്ഞുണ്ടാക്കുന്നത്. ഇവിടെയുള്ള എല്ലാവർക്കും അറിയാം, ഇതിന് ചുറ്റുമുള്ള എല്ലാവർക്കും അറിയാം സത്യം എന്താണെന്ന്. നിനക്കാണ് പ്രശ്നമെന്ന് ഇവിടെ എല്ലാവർക്കും അറിയാം. ഈ പച്ചക്കള്ളം വളരെ കോൺഫിഡന്റ് ആയിട്ട് ഒരു ഉളുപ്പുമില്ലാതെ നിങ്ങളുടെ മുഖത്ത് നോക്കി ഇവർ പറഞ്ഞുകൊണ്ടിരിക്കും. ഇതിങ്ങനെ പറയുന്നതുകൊണ്ട് തന്നെ നിങ്ങളുടെ നെർവസ് സിസ്റ്റം പാനിക് ആകുകയും ഒരാവശ്യവും ഇല്ലാതെ നിങ്ങളുടെ ഭാഗത്താണ് മിസ്റ്റേക്ക് എന്ന് നിങ്ങൾ സ്വയം വിചാരിച്ച് ഇവരുടെ അടുത്ത് നിന്ന് മാപ്പ് പറയുന്ന അവസ്ഥയിലേക്കായിരിക്കും അത് കൊണ്ടുവന്ന് എത്തിക്കാൻ പോകുന്നത്. മൂന്നാമത്തേത്, ഒരു തരിമ്പ് പോലും അക്കൗണ്ടബിലിറ്റി എടുക്കാത്ത ഇവരുടെ സ്വഭാവം. ഇവിടെ എല്ലാ കാര്യങ്ങളും ഡിഫ്ലക്ട് ചെയ്ത് നിങ്ങളുടെ തലയിലേക്ക് ഇവർ ബ്ലെയിം ഷിഫ്റ്റ് ചെയ്ത് തരും. നാർസിസിസ്റ്റ് സൈക്കോളജിക്കലി ഇൻകേപ്പബിൾ ആണ് നിങ്ങളോട് ജെന്യുവിൻ ആയിട്ടുള്ള ഒരു സോറി പറയുന്ന കാര്യത്തിൽ. അവർ ഒരിക്കലും ജെന്യുവിൻ ആയിട്ട് നിങ്ങളോട് അപ്പോളജൈസ് ചെയ്യില്ല. ഈ നാർസിസിസ്റ്റിന്റെ ഈഗോ എന്ന് പറയുന്നത് ഇൻക്രെഡിബിളി ഫ്രജൈൽ ആയതുകൊണ്ട് തന്നെ, തൊട്ടാൽ പൊട്ടിപ്പോകുന്ന തരത്തിലുള്ള ഈഗോ ആയതുകൊണ്ട് തന്നെ അവരുടെ ബ്രെയിൻ റിലേ ചെയ്യുന്ന ഒരു ഡിഫെൻസീവ് മെക്കാനിസം എന്ന് പറയുന്നത് പ്രൊജക്ഷൻ എന്ന് പറയുന്ന ഒരു ടാക്ടിക് ആണ്. ഇവിടെ ഒരു കാരണവുമില്ലാതെ അവർ ചെയ്ത കുഴപ്പങ്ങൾ, അവരുടെ ആയിട്ടുള്ള കുഴപ്പങ്ങൾ നിങ്ങൾ കാരണമാണ് എന്ന് ആരോപിക്കാൻ വേണ്ടിയിട്ട് കൾച്ചറൽ ആയിട്ടുള്ള സോഷ്യൽ ആയിട്ടുള്ള നോംസ് എല്ലാം അവർ നിങ്ങൾക്കെതിരെ ഒരു നാണവും ഇല്ലാതെ ഉപയോഗിക്കും. ഉദാഹരണത്തിന് എന്തെങ്കിലും നിങ്ങളോടുള്ള ദേഷ്യം കാരണം വളരെയധികം സ്ക്രീം ചെയ്തിട്ട് എന്തെങ്കിലും ഇവരെ അടിച്ചു പൊട്ടിച്ചാൽ ഇവർ പറയുന്നത് നീ എന്നെ കേൾക്കാതിരുന്നത് കൊണ്ടാണ് എനിക്കിങ്ങനെ ചെയ്യേണ്ടി വന്നത്. ഒരു നല്ല കുടുംബത്തിലെ സ്ത്രീ അല്ലെങ്കിൽ ഒരു നല്ല ഭാര്യ അല്ലെങ്കിൽ ഒരു നല്ല വ്യക്തി ഒരിക്കലും ഇങ്ങനെ സംസാരിക്കില്ല തിരിച്ച്. ഇവർ ഇത്തരത്തിൽ സമൃദ്ധമായ ഉത്തരവാദിത്തത്തിൽ നിന്ന് എസ്കേപ്പ് ആയി പോകുമ്പോൾ ഇവരുടെ ആക്ഷൻസിന്റെ ഇമോഷണൽ വെയിറ്റ് ക്യാരി ചെയ്യേണ്ടി വരുന്നത് ഇവിടെ പാവപ്പെട്ട വിക്ടിമാണ്. നാലാമത്തേത് സിസ്റ്റമിക് ആയിട്ടുള്ള ഐസൊലേഷൻ ആണ്. നിങ്ങളെ സപ്പോർട്ട് ചെയ്യുന്ന നിങ്ങൾ ചുറ്റുമുള്ള ആൾക്കാരിൽ നിന്നുമെല്ലാം നിങ്ങളെ ഒറ്റപ്പെടുത്തി കൊണ്ടുവരുന്ന നാർസിസ്റ്റുകളുടെ സ്വഭാവമാണിത്. നിങ്ങളെ സ്നേഹിക്കാൻ സാധ്യതയുള്ള, നിങ്ങളെ സ്നേഹിക്കുന്ന, നിങ്ങളെ വാലിഡേറ്റ് ചെയ്യുന്ന, നിങ്ങൾക്ക് ചുറ്റുമുള്ള സപ്പോർട്ടായിട്ടുള്ള നിൽക്കുന്ന ആൾക്കാരിൽ നിന്നെല്ലാം നാർസിസ്റ്റിക് ആയിട്ടുള്ള വ്യക്തി നിങ്ങളെ ഒറ്റപ്പെടുത്തി അവരുടെ അടുത്തേക്ക് കൊണ്ടുവരും. പൂർണ്ണമായിട്ടും അവരെ ഡിപ്പെൻഡ് ചെയ്ത് നിൽക്കുന്ന തരത്തിലേക്ക് ആക്കും. നിങ്ങൾക്കൊരു നല്ല സപ്പോർട്ട് സിസ്റ്റം ഉണ്ടെങ്കിൽ ആ സപ്പോർട്ട് സിസ്റ്റത്തിലുള്ള ആൾക്കാർ ഈ നാർസിസ്റ്റിക് ആയിട്ടുള്ളവരുടെ ഈ സ്വഭാവം പുറത്തു കൊണ്ടുവരാൻ സാധ്യതയുണ്ടെന്ന് നാർസിസ്റ്റിനെ നന്നായിട്ട് അറിയാം. അത് നാളെ അവർക്ക് തന്നെ ദോഷകരമാവുമെന്ന് കണ്ടുകൊണ്ട് തന്നെയാണ് ഇതിനെ നാർസിസ്റ്റുകൾ പ്രിവെന്റ് ചെയ്യുന്നത്. വളരെ കണ്ണിങ് ആയിട്ടാണ് ഇവർ ചെയ്യുന്നത്. ഇവർ നിങ്ങളുടെ ബെസ്റ്റ് ഫ്രണ്ടിനെ കുറിച്ച് പറയുന്നത്, ആ ബെസ്റ്റ് ഫ്രണ്ടിന് നമ്മുടെ മാരേജിൽ ഭയങ്കര ജലസ് ഉണ്ട്, ഭയങ്കരമായിട്ട് അസൂയുണ്ട്, നീ ശ്രദ്ധിച്ചിട്ടില്ലല്ലേ, ഒന്ന് നന്നായിട്ടൊന്ന് ശ്രദ്ധിച്ചു നോക്ക്. അല്ലെങ്കിൽ അവർ നിങ്ങളെ സിബിലിങ്ങിനെ പറ്റി പറയുന്നത്, ആണ്ടാ നിന്റെ സിബിലിംഗ് കണ്ടില്ലേ ഗവൺമെന്റ് ജോലിയൊക്കെ ആയിട്ട് നല്ല രീതിയിൽ ഇരിക്കുന്നത്, അതിന്റെ അഹങ്കാരം അവർക്ക് ഉണ്ട്. ഇനി നിങ്ങളുടെ ഫാമിലി നോർമൽ ആയിട്ടുള്ള ഫാമിലിയാണ്, നിങ്ങളെ സപ്പോർട്ടീവായിട്ട് നിൽക്കുന്ന ആൾക്കാരാണെങ്കിൽ ഇവർ വരുത്തി തീർക്കുന്നത് നിങ്ങളുടെ ഫാമിലി ഇവരെ സപ്പോർട്ട് ചെയ്യുന്നില്ല, ഇവരെ റെസ്പെക്ട് ചെയ്യുന്നില്ല, ഇവരോട് എപ്പോഴും മോശമായിട്ടാണ് പെരുമാറുന്നത് എന്നുള്ളൊരു ഇമേജ് വരുത്തി തീർത്തുകൊണ്ട് നിങ്ങളുടെ ഫാമിലിയിൽ നിന്നും ഇവർ നിങ്ങളെ അകറ്റും. ആദ്യത്തെ സ്റ്റേജിൽ തന്നെ ആയതുകൊണ്ടും വളരെ സമർത്ഥമായിട്ട് നമ്മുടെ ഫാമിലിക്ക് വേണ്ടിയിട്ടാണ് എന്നുള്ള രീതിയിൽ തന്നെ ഇവരിത് പറയുന്നതുകൊണ്ടും ഈ വിക്ടിമായിട്ടുള്ള വ്യക്തി ഇവരിൽ നിന്നെല്ലാം ഐസൊലേറ്റ് ആയിട്ട് നാർസിസ്റ്റുമായിട്ട് കൂടുതൽ അറ്റാച്ച് ആവുകയും അവസാനം ഇവരുടെ അടുത്ത് ആരും പോകാത്ത രീതിയിലാവുകയും ചെയ്യും. ആൻഡ് ഈ വ്യക്തി NPD ഉള്ള ഒരാളായതുകൊണ്ട് തന്നെ നിങ്ങൾ കംപ്ലീറ്റ്ലി ഒറ്റപ്പെട്ടു പോകുന്ന രീതിയിലുള്ള ഒരു ജീവിതമായിരിക്കും പിന്നീട് ജീവിക്കേണ്ടിയും വരുന്നത്. അഞ്ചാമത്തേത്, ക്രോണിക് ആയിട്ടുള്ള ഇവരുടെ ഇമോഷണൽ ഇൻവാലിഡേഷനും നിങ്ങൾക്ക് നേരെ ഇവർ കാണിക്കുന്ന സൈലന്റ് ട്രീറ്റ്മെന്റും. ഇവർ പൂർണ്ണമായിട്ടും നിങ്ങളിൽ നിന്ന് മാനസികമായിട്ട് ഇമോഷണലി വിഡ്രോൺ ആയിക്കൊണ്ട് ആ രീതിയിൽ ഒരു പണിഷ്മെന്റ് എന്നുള്ള രീതിയിൽ നിങ്ങളെ ഉപദ്രവിക്കും. നിങ്ങൾ ഇമോഷണലി ഹേർട്ടായി നിങ്ങൾ ആ ഹേർട്ട് എക്സ്പ്രസ് ചെയ്ത് കഴിയുമ്പോൾ ഒരു ഹെൽത്തി ആയിട്ടുള്ള പാർട്ണർ ആണെങ്കിൽ അവർ എന്തായാലും ഒരു ഇമ്പൾസീവ് ആയിട്ട് നിങ്ങളെ കംഫോർട്ട് ചെയ്യാനുള്ള ശ്രമം നടത്തും. എന്നാൽ ഈ നാർസിസ്റ്റിക് ആയിട്ടുള്ള വ്യക്തി നിങ്ങളുടെ ഇമോഷണൽ പെയിൻ കാണുമ്പോൾ അത് ഒരു രീതിയിലും കണ്ടില്ല എന്ന് നടിക്കുകയും എന്നാൽ ദേഷ്യത്തോടു കൂടിയുമായിരിക്കും അതിനെതിരെ റിയാക്ട് ചെയ്യുന്നത്. അവർ നിങ്ങളെ ഇൻസൾട്ട് ചെയ്തിട്ട് നിങ്ങൾ കരഞ്ഞാൽ ഇവർ അവിടെ നിന്ന് അത് കണ്ടില്ല എന്ന് നടിക്കുന്ന രീതിയിൽ ഇറങ്ങിപ്പോയി ഡോർ ലോക്ക് ചെയ്ത് ഇവരുടെ കാര്യങ്ങൾ ചെയ്യുന്ന തരത്തിലേക്കാകും. എന്നിട്ട് അവർ നിങ്ങൾ അവിടെ എക്സിസ്റ്റ് ചെയ്യുന്നില്ല എന്നുള്ള രീതിയിൽ ദിവസങ്ങളോളം പെരുമാറും. നിങ്ങൾ കുക്ക് ചെയ്ത് വെച്ച ഫുഡ് ഒരു ഉളുപ്പുമില്ലാതെ ഇവരെടുത്ത് കഴിക്കും. നിങ്ങൾ ഹാളിൽ ഇരിക്കുമ്പോൾ നിങ്ങളെ അടുത്തൂടെ സുഖമായിട്ട് ഇവർ ഹാൾവേയിലൂടെ നടന്നു പോകും. നിങ്ങൾ അവിടെ ഉണ്ടെന്നുള്ള ഒരു രീതിയിലുള്ള തോന്നലും നിങ്ങൾ ഉണ്ടാക്കാത്ത രീതിയിൽ നിങ്ങളെ വേദനിപ്പിക്കുന്ന രീതിയിലുള്ള ഈ പെരുമാറ്റം നിങ്ങൾ വീണ്ടും അവരടുത്ത് ചെന്ന് സോറി പറഞ്ഞ് കാല് പിടിക്കുന്നവരെ ഇവർ തുടരും. ഞാൻ ഈ പറഞ്ഞ 5 ട്രേറ്റുകൾ നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ നിങ്ങൾ അനുഭവിച്ചിട്ടുണ്ടെങ്കിൽ, കണ്ടിട്ടുണ്ടെങ്കിൽ, നിങ്ങൾ ഡീൽ ചെയ്യുന്ന വ്യക്തിയുടെ എന്തെങ്കിലും കുഴപ്പം കാരണമോ എന്തെങ്കിലും ബുദ്ധിമുട്ടോ കാരണമോ അല്ല, ഇതൊരു താൽക്കാലികമായിട്ടുള്ള ഫേസിൽ ഉണ്ടാകുന്ന ഒരു കാര്യവുമല്ല, ഇത് നാർസിസം തന്നെയാണ്.
നാർസിസ്റ്റിക് വിക്ടിംസ് ആകുന്ന വ്യക്തികളിൽ ഒരു ലോങ് പീരീഡിൽ നാർസിസ്റ്റിക് അബ്യൂസിലൂടെ കടന്നു പോകുന്നവരിൽ കോംപ്ലക്സ് PTSD എന്ന് പറയുന്ന അവസ്ഥ ഡെവലപ്പായി വരുന്നുണ്ട്. ഇത് കാരണം തന്നെ നിങ്ങളിൽ വളരെ സിവിയർ ആയിട്ടുള്ള ആങ്സൈറ്റി പ്രോബ്ലംസ് ഉണ്ടായിരിക്കും. ആൻഡ് നിങ്ങൾ ഒരു ഐഡന്റിറ്റി ഇല്ലാത്ത അവസ്ഥയിലായിരിക്കും നിലനിൽക്കുന്നത്. കാരണം നിങ്ങളുടെ നെർവസ് സിസ്റ്റം ട്രീറ്റ് ചെയ്യപ്പെട്ടിട്ടുള്ളത് അല്ലെങ്കിൽ നിലനിൽക്കാൻ വേണ്ടിയിട്ട് പ്രേരിപ്പിക്കപ്പെട്ടിട്ടുള്ളത് എപ്പോഴും ഒരു ഫൈറ്റ് ഓർ ഫ്ലൈറ്റ് എന്നുള്ള രീതിയിൽ നിൽക്കാൻ വേണ്ടിയിട്ടാണ്. കൂടുതൽ സ്നേഹിച്ചുകൊണ്ടും കൂടുതൽ പേഷ്യൻസ് ഇവർക്ക് വേണ്ടി കാണിച്ചുകൊണ്ടും കൂടുതൽ അഡ്ജസ്റ്റ് ചെയ്തുകൊണ്ടും ഒരിക്കലും നാർസിസ്റ്റിക് ആയിട്ടുള്ള ഒരു വ്യക്തിയെ നിങ്ങൾക്ക് മാറ്റാനായിട്ട് സാധിക്കില്ല. അവർ ട്രീറ്റ്മെന്റ് എടുത്താൽ പോലും ചേഞ്ച് ചെയ്യാൻ കഴിയാത്ത വിധം അല്ലെങ്കിൽ അത്രയും തന്നെ റെയർ ആയിട്ട് മാറ്റം സംഭവിക്കുന്ന ഒരു പേഴ്സണാലിറ്റി ഇഷ്യൂ ആണ്. അതിന് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഈ ഇൻഡിവിജ്വൽസ് ബിലീവ് ചെയ്യുന്നത് അവർക്ക് യാതൊരു പ്രശ്നമില്ല, അവർക്ക് ചുറ്റുമുള്ള ആൾക്കാർക്കാണ് പ്രശ്നം എന്നുള്ളത് തന്നെയാണ്. ഇത്തരത്തിലുള്ള ഒരു അവയർനെസ്സും അതിലൂടെ കിട്ടുന്ന ഒരു റിയലൈസേഷനും ചിലപ്പോൾ ആദ്യം വളരെ പെയിൻഫുൾ ആയിട്ടായിരിക്കാം നിങ്ങൾക്ക് ഫീൽ ചെയ്യുന്നത്, നിങ്ങളുടെ പാർട്ണറിനെ പറ്റിയിട്ട് ഇങ്ങനെ ഒരു റിയലൈസേഷൻ ഉണ്ടാകുന്നത്. പക്ഷെ ഇവിടെ മനസ്സിലാക്കേണ്ട കാര്യം ക്ലാരിറ്റി ആണ് ഫ്രീഡത്തിലേക്കുള്ള, സ്വാതന്ത്ര്യത്തിലേക്കുള്ള ഏറ്റവും ആദ്യത്തെ ചവിട്ടുപടി എന്ന് പറയുന്നത്. നിങ്ങളുടെ മൈൻഡ്, നിങ്ങളുടെ സെൽഫ് റെസ്പെക്ട്, നിങ്ങളുടെ മെന്റൽ സാനിറ്റി, നിങ്ങളുടെ സെൽഫ് ഇത്തരത്തിലുള്ള പാത്തോളജിക്കൽ ഇഷ്യൂ ഉള്ള ഒരാൾക്ക് ചവിട്ടി മെതിക്കാൻ വേണ്ടിയിട്ട് ഇട്ടുകൊടുക്കാനുള്ള ഒരു സാധനമല്ല. പലപ്പോഴും ഹൈ അച്ചീവേഴ്സ് ആയിട്ടുള്ള വളരെ കഴിവുള്ള വളരെ എമ്പതിയുള്ള മനുഷ്യരെയാണ് ഈ NPD ഉള്ള ആൾക്കാർ ടാർഗറ്റ് ചെയ്യുന്നത് എന്നുള്ളത് കൊണ്ട് തന്നെ നിങ്ങൾ അത്തരത്തിലുള്ള ഒരു വ്യക്തിയാണെന്ന് മനസ്സിലാക്കുകയും നിങ്ങളുടെ ആബ്സല്യൂട്ട് സൂപ്പർ പവറും ആബ്സല്യൂട്ട് ഓട്ടോണമിയും തിരിച്ചെടുക്കുക എന്നുള്ള കാര്യമാണ് നിങ്ങൾ ചെയ്യേണ്ടത്. അതിലേക്കായി ഇന്നത്തെ ഈ വീഡിയോ നിങ്ങളെ ഹെൽപ്പ് ചെയ്തിട്ടുണ്ടെങ്കിൽ മാക്സിമം നമ്പർ ഓഫ് ആൾക്കാരിലേക്ക് ഷെയർ ചെയ്തെത്തിച്ച് വീഡിയോ ലൈക്ക് ചെയ്ത് മാക്സിമം സബ്സ്ക്രൈബ് ചെയ്ത് നിങ്ങൾ എന്നെ സപ്പോർട്ട് ചെയ്യുക. ഈ ചാനൽ കാണുന്ന നാർസിസ്റ്റിക് വിക്ടിം ആയിട്ടുള്ളവർക്കും സർവൈവേഴ്സ് ആയിട്ട് ഇരിക്കുന്നവർക്കും 1-on-1 പിയർ സപ്പോർട്ട് എന്നുള്ള രീതിയിൽ ഞാൻ 1-on-1 സെഷൻ എടുക്കുന്നുണ്ട്. അതിന്റെ രജിസ്ട്രേഷൻ ലിങ്ക് ഈ വീഡിയോയുടെ താഴെ കമന്റ് സെക്ഷനിൽ ഞാൻ പിൻ ചെയ്ത് വെച്ചിട്ടുണ്ടായിരിക്കും. ഞാൻ എന്റെ കമ്മ്യൂണിറ്റി പേജിലും മുമ്പത്തെ വീഡിയോയിലെല്ലാം കമന്റ് സെക്ഷനിൽ പിൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. അതിൽ നിങ്ങൾ രജിസ്റ്റർ ചെയ്തുകൊണ്ട് നിങ്ങൾ കമ്മ്യൂണിറ്റിയിലുള്ളവർ കൂടുതൽ പേര്, ഈ വീഡിയോ കാണുന്നവർ കൂടുതൽ പേർ ഇതിന്റെ ഭാഗമായി കൂടി നിങ്ങളുടെ ഹീലിംഗ് ജേണിയിലേക്ക് വരാനായിട്ടുള്ള ഒരു സ്റ്റെപ്പായിട്ട് തന്നെ കാണുക. ഇനിയും കൂടുതൽ പേർ ഈ വീഡിയോ കോൾ സെഷനിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യുമെന്ന് പ്രതീക്ഷിക്കുന്നു. ട്രസ്റ്റ് യുവർ ഐസ്, വാലിഡേറ്റ് യുവർ റിയാലിറ്റി, പ്രൊട്ടക്ട് യുവർ പീസ്. പുതിയൊരു വീഡിയോ ആയിട്ട് അടുത്ത ദിവസങ്ങളിൽ തന്നെ നമുക്ക് വീണ്ടും കാണാം. അതുവരെ എല്ലാവർക്കും ബൈ.